അപ്പോൾ ഇപ്പോൾ നമ്മൾ നിലവിൽ ഈ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, അതാണ് ആ സിംബലിസം. ശബരിമല കഴിഞ്ഞാൽ പിന്നെ കൊളോൺ കത്തീഡ്രലാണ്. ഹേ ബ്രോസ്, അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് മുന്നേ തീരുമാനിച്ച ഒരു യാത്രയ്ക്ക് വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിനായിട്ടുള്ള പ്രിപ്പറേഷനിൽ നമ്മളിപ്പോൾ ഹോപ്പ് ആൻഡ് ഓഫ് നിൽക്കുവാണ്. അപ്പോൾ അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നാളത്തെ ബ്ലോഗിൽ പറയാം. കാരണം ഇന്ന് അങ്ങോട്ട് പോകുന്നതിന് ഫസ്റ്റ് പടിയായിട്ട് നമ്മൾ ജർമ്മനിയിൽ നമ്മൾ ഫ്രണ്ട്സ് ആരും ഇതുവരെ കൊളോൺ കത്തീഡ്രൽ കണ്ടിട്ടില്ല. ഇവിടെ വന്നിട്ട് ഇവിടെ വൺ ഓഫ് ദ മെയിൻ ജർമ്മനിയിലെ മെയിൻ അട്രാക്ഷനാണ് കൊളോൺ കത്തീഡ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇവിടെ നമ്മുടെ കൂട്ടുകാരും കണ്ടില്ല. ഞാനൊരിക്കൽ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൂടെയുള്ള ആരും കണ്ടില്ല. അപ്പോൾ നേരെ നമുക്ക് ഇന്ന് അങ്ങോട്ട് പോയിട്ട് ഡോർട്ട്മുണ്ടിൽ സ്റ്റേ അടിക്കാൻ പോവുകയാണ്. ഇപ്പോൾ സമയം 7 മണിയാവുന്നു. പക്ഷേ ഇവിടെ ഇപ്പോഴേ ഡേ ലൈറ്റ് സേവിങ് തുടങ്ങിയതുകൊണ്ട് ഇപ്പോൾ രാവിലെ അധികം വെയിലൊന്നും വരാറില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു ക്ലൈമറ്റാണ്. അപ്പോൾ 7 മണിക്ക് നമുക്ക് ട്രെയിനാണ്. നമ്മൾ ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ കയറി ഒരു 5-6-7 ട്രെയിൻ കയറി വേണം കൊളോണിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അർജുനും രേഷ്മയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 പേരാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ സിഞ്ചനയും ജോസിയും ഉണ്ട്. അവർ രാത്രി ഡോർട്ട്മുണ്ട് എത്തിക്കോളും. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ വിചാരിച്ചിരുന്ന ആ ട്രിപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങോട്ട് പോവാം, കൊളോൺ കത്തീഡ്രലിൽ. അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ എല്ലാം കാണിച്ചു തരാനുള്ള നിൽക്കാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വ്ലോഗ്സ്. അതാ നോക്കൂ സുഹൃത്തുക്കളെ, വിജനതയിൽ നമ്മുടെ കൂട്ടുകാർ അർജുനും രേഷ്മയും നടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ഫുൾ ട്രിപ്പ് മോഡിലേക്ക് നമ്മൾ ഓണാവുകയാണ്. നൻവ ഓണാണോ ട്രിപ്പിലേക്ക്? ഓണല്ലേ രേഷു ഉറക്കമാണോ? ഇതെന്ത് കഷ്ടം, നേരത്തെ കിടന്ന് ഉറങ്ങിക്കൂടെയായിരുന്ന. എയർപോർട്ടിലോട്ട് അത്ര കുഴപ്പം കാണൂല നൻവ. അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള വണ്ടി. അപ്പോൾ ഇത് ഫസ്റ്റ് വണ്ടിയാണ്. ഇനിയൊരു 4 വണ്ടിയും കൂടെ കയറാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ ടിക്കറ്റിൽ നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ജർമ്മൻ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് എന്ന് പറയും, അതിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കൂടുതലെടുക്കുമെങ്കിലും നമുക്ക് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് കയറി നമ്മൾ നേരെ കൊളോൺ എത്തിയിട്ട് ബാക്കി. അങ്ങനെ നീണ്ട 10 മണിക്കൂറിൻ്റെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ കൊളോൺ ഹോപ്പാനോഫിൽ വന്ന് നമ്മൾ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി കൊളോൺ ഹോപ്പാനോഫിൽ പോയിട്ടുണ്ട്. അപ്പോൾ രേഷ്മ അർജുനും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അവർക്ക് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ 2-3 വർഷം മുന്നേ വന്നതാണ്. അപ്പോൾ ഒരുപാട് മാറിപ്പോയി. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് പണ്ടത്തെ ഒരു വൺ ഓഫ് ദ മെയിൻ സിറ്റിയാണ് കൊളോൺ. പണ്ടത്തെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു എന്തോ പറയാനാ, ഹിറ്റ്ലറിൻ്റെ കാലത്തൊക്കെ ഭയങ്കര മെയിനായിട്ടുള്ളൊരു സിറ്റിയായിരുന്നു കൊളോൺ. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ കൊളോൺ കത്തീഡ്രലാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകാനുള്ള ഡയറക്ഷൻ നോക്കുവാണ്. നമുക്ക് ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നമുക്ക് നടക്കാമെങ്കിൽ നടക്കാം. പക്ഷെ നമ്മളെ കയ്യിൽ, എല്ലാവരുടെ കയ്യിലും നമുക്കിപ്പോൾ ലഗേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലഗേജ് വെച്ച് നടക്കണോ അതോ ഇവിടെ നിന്ന് ട്രാം കയറി പോകണോ എന്ന് നമ്മൾ ആലോചിച്ച് നിൽക്കുക. അപ്പോൾ എന്തായാലും ഒരു വൈബൊക്കെ ഉണ്ട്. നമുക്ക് ഈ സിറ്റിയിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഒരു പ്രത്യേക ഫീലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ദിക്കറിയാതെ നടക്കുവാണ്. എന്തായാലും ഭൂമി ഉരുണ്ടതായതുകൊണ്ട് നമ്മൾക്ക് കൊളോൺ കത്തീഡ്രലിൽ എത്തിപ്പെടുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു. നമ്മളെന്തായാലും ഇനി അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ നടക്കുന്നുണ്ട്. അപ്പോൾ നടന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. അതെ. അയ്യവ. അങ്ങനെ അവസാനം നമ്മൾ നടന്ന് കൊളോൺ കത്തീഡ്രലിൽ എത്തിക്കുവാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇത് 3ാമത്തെ തവണ കേട്ടോ ഇത് വിസിറ്റ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ അപ്പുറത്തുകൂടെ ഞാൻ ഇതേപോലെ ഒരിക്കൽ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയ സമയത്താണ്. പുള്ളിക്കാരിയുടെ വീട് ആഹനിലാണ്. അപ്പോൾ ആഹൻ ടു കൊളോൺ വലിയ ദൂരമില്ല.
ഒരു അരമണിക്കൂറൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് വണ്ടി കയറി ഇറങ്ങി വന്നതാ. അപ്പോൾ ഇവിടെ വന്ന് ഒന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നേ. അപ്പോൾ ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻസ് കത്തീഡ്രലാണ്. നമുക്ക് ഇപ്പോൾ വേൾഡിൽ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കത്തീഡ്രൽ എന്ന് പറയുന്നതാണ് ഈ കൊളോൺ കത്തീഡ്രൽ. ഇതിൻ്റെ വിശ്വാസം തന്നെ ഇതിൻ്റെ പണി എന്ന് അവസാനിക്കുന്നു അന്ന് ലോകം അവസാനിക്കുന്നു. അതുകൊണ്ട് ഇതിലെ പണി ഒരിക്കലും അവർ തീർക്കാറില്ല. നമുക്കിപ്പോൾ കാണാം ഇവിടെ അവിടെയൊക്കെ നമുക്ക് പണി ചെയ്തു പോകുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഇത് തീർക്കുമ്പോൾ അടുത്ത സൈഡിൽ നമുക്ക് പണി തുടങ്ങും. പിന്നെ അവിടെ തീരുമ്പോൾ നമുക്ക് അടുത്ത സൈഡിൽ പണി തുടങ്ങും. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് കൊളോൺ കത്തീഡ്രൽ എന്ന് പറയുന്നത്. ഇതിലെന്തുമാത്രം വലിപ്പം ഉണ്ടാവും എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇത് ഭയങ്കര വലിപ്പം ഉള്ളൊരു കത്തീഡ്രലാണ്. നമുക്ക് എന്തായാലും നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നിൽപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ എല്ലാവരും ചില്ലടിക്കാൻ വന്നിരിക്കുവാണ്. ഒന്നാമത് ഇന്ന് സൺഡേ കൂടെ ആയതുകൊണ്ട് എല്ലാവരും കൊളോൺ ആൾക്കാരുടെ വൺ ഓഫ് ദി മെയിൻ ചില്ലിങ് സ്പോട്ട് തന്നെ കൊളോൺ കത്തീഡ്രലും അതിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കെന്തായാലും ഇതാണ് നമ്മുടെ കൊളോൺ കത്തീഡ്രലിൻ്റെ ഒരു സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്കിൽ കൂടെ റൈൻ റിവർ പോകുന്നുണ്ട്. റൈൻ റിവറൊക്കെ ഭയങ്കര ജർമ്മനിയിൽ ഇമ്പോർട്ടൻസ് ഉള്ള റിവറാണ് റൈൻ റിവർ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് നടക്കുന്നതോറും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയി ബാക്കി നമുക്ക് അപ്പുറത്തോടെ ചുറ്റി വരാൻ പറ്റുമോ നോക്കാം. നമ്മളെന്തായാലും അവിടെ നിന്ന് 2-3 ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. അർജുനും രേഷ്മ എന്തോ മുകളിലോ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഈ സ്റ്റെപ്പ് കയറി അതിൻ്റെ അടുത്ത് പോയി അതിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിക്കുക എന്നുള്ള രീതിയിലാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് പോകുക നോക്കാം. ഇതിൻ്റെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഒരുപാട് കലാകാരന്മാർ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ജീവിച്ചിരുന്നു. അവർ അത്രയും നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളോടും അതിൻ്റെ ഒരു സ്കൾപ്ചറിനോടൊക്കെ കിടപിടിക്കാറ് നമുക്ക് ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും അവരിൽ ചെയ്തിരിക്കുന്നത് നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് തൊട്ടടുത്ത് പോകുന്നതോറും അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് മനസ്സിലാക്കാതെ നമുക്ക് അടുത്തടുത്ത് പോകുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. നമുക്ക് കണ്ടോ എന്തുമാത്രം പ്രതിമകളാണ് അവർ ഓരോ തട്ടിലും അടുക്കി അത് ചെയ്തേക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിലിപ്പോൾ തടിപ്പണിയൊന്നുമില്ല, പക്ഷേ ഫുള്ള് ചുണ്ണാമ്പിലും കാര്യങ്ങളിലൊക്കെ ആകുമ്പോൾ പോയേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവരിപ്പോൾ മെയിൻലി ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഓരോ പണി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇത് പുതിയതായിട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ കളർ കാണുമ്പോൾ അറിയാൻ പറ്റും. പക്ഷെ അത് ചെയ്തേക്കുന്ന രീതി നമുക്ക് നല്ലപോലെ ഇതിൽ മനസ്സിലാവുന്നുണ്ട്. ആ ഒരു രീതിയും കാര്യങ്ങളും എന്ത് രസമാണോ നോക്കിക്കേ. നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം. ഇതെന്തായാലും ഒരു റൗണ്ട് നമ്മൾ കറക്കി കാണിക്കാനുള്ള എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. നമുക്കിപ്പോൾ ഈ ഫോണിൽ നമുക്ക് എത്രത്തോളം അത് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ബ്യൂട്ടി എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയുന്നില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്ന് എടുത്ത് നോക്കുവാണ്. ഇതിപ്പോൾ ഇവിടെ വൈകുന്നേരമായി, ആൾക്കാർ ഫുൾ ചില്ലടിക്കാൻ വേണ്ടി വന്നു തുടങ്ങി. നമുക്ക് ഇനി ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും ഡോട്ട്മുണ്ട് എന്ന് പറയുന്ന അടുത്തോട്ട് പോകേണ്ടതുണ്ട്. അവിടെയാണ് നമുക്ക് ഇന്നത്തെ സ്റ്റേ. കാരണം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതല്ല നമ്മുടെ ഇന്നത്തെ മെയിൻ കാര്യം ഇതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇത് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇതിനല്ല. നമുക്ക് വേറൊരു കാര്യം നമുക്ക് ഇതുണ്ട്. അത് നമുക്ക് നാളത്തെ വ്ളോഗിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നതായിരിക്കും. ഓ, അത് കണ്ടോ ബ്രോസ്, അത് എന്തുമാത്രം നമുക്ക് എത്രത്തോളം സൂമിൻ ചെയ്യാൻ പറ്റും. അവിടെ എല്ലാം നമുക്ക് ആ കോംപ്ലക്സിറ്റി, ആ ഒരു വേ ഓഫ് ബിൽഡിങ് നമുക്ക് അത് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇതുവഴി കറങ്ങി നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം. എല്ലായിടത്തും ഇതാണ് നമ്മൾ വന്നിറങ്ങിയ ഹോപ്പാനോഫ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഈ കൊളോൺ കത്തീഡ്രൽ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കറക്കി കാണിക്കാം. ഇതാണിപ്പോൾ കറൻ്റ്ലി
ജർമ്മനിയിൽ ഇതൊരു യുനെസ്കോ മോണമെൻ്റ് ആണ്. കറൻ്റ്ലി ഇപ്പോൾ ജർമ്മനിയിൽ ഇങ്ങനെ ഒരു യുനെസ്കോ മോണമെൻ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഇത് ഒരു കാലത്ത് ജർമ്മനിയുടെ പ്രൗഢിയായിരുന്നു ഈ കത്തീഡ്രൽ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൗഢിക്കുള്ളതും ഉണ്ട്. ഇത് അതിൻ്റെ വെരി വെരി ഫസ്റ്റ് ഫ്രണ്ടാണ്. ആൾക്കാർ കയറാൻ വേണ്ടി അവിടെ ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹിറ്റ്ലറിൻ്റെ കാലത്തൊക്കെ ഇതൊക്കെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ സ്പോട്ടായിരുന്നു. അട്രാക്ഷൻ സ്പോട്ടെന്നല്ല, ഇതൊക്കെ ഇവിടുത്തെ ഒരു മെയിൻ ബിൽഡിംഗ് ആയിരുന്നു. അവരുടെ കാര്യങ്ങളും എല്ലാം ഇവിടെയാണ് നടന്നുകൊണ്ടിരുന്നത്. റിലീജിയസ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ എന്തായാലും പരിമിതമായ ഈ സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നതോറും നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ഇത് കാണിക്കാൻ പറ്റണ എന്തുമാത്രം ഉണ്ടോ അത് എനിക്ക് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ കാണിക്കുവാണ്. അപ്പോൾ ആ ഒരു ഇത് എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ഫോട്ടോ നിൽക്കുമ്പോൾ കാണിക്കാൻ ഇത് തോന്നത്തില്ല, അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് അത് കാണുമ്പോൾ തോന്നത്തില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി, ഒരു പ്രൗഢി എന്ന് പറയുന്നത് നമുക്ക് വന്ന് കണ്ടാലേ അത് നമ്മൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടാലേ അതിൻ്റെ ഒരു പ്രൗഢി നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നിന്ന് ചില്ലടിക്കുന്നുണ്ട്. നമുക്കും ഒന്ന് കറങ്ങിക്കണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള രീതിയിൽ നമുക്ക് നോക്കി കറങ്ങി വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ കൊളോൺ കത്തീഡ്രലിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അർജുനും രേഷ്മയും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഏതോ വഴിക്ക് പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ വ്ലോഗിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വഴിക്ക് വന്നു. അപ്പോൾ ഞാനൊന്ന് ബാക്കിലോട്ട് പോവുകയാണ്. എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം ഇതിൻ്റെ ഫുള്ള് കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു 10-200-300 മീറ്റർ ബാക്കിലോട്ട് പോകുന്ന രീതിയാണ്. അത്രയൊന്നും നമുക്കിപ്പോൾ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പറ്റുന്നിടത്തോളം ബാക്കിലോട്ട് പോയി കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. ഇതിപ്പോൾ പോയി ഞാൻ ബാക്കിലോട്ട് പോകുമെന്നാണ് തോന്നുന്നു. ആ ഒരു വലിപ്പം കാണണമെങ്കിൽ ഇങ്ങനെ നിന്നേ പറ്റത്തുള്ളൂ. ഇതാണ് ഗൈസ് കൊളോൺ കത്തീഡ്രൽ. നമുക്ക് യുനെസ്കോ ലിസ്റ്റിൽ ഇപ്പോൾ ഉള്ളതാണ്. വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കത്തീഡ്രൽ ഇൻ ദ വേൾഡിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു ജർമ്മനിയിൽ തന്നെ ഉള്ള ഒരു കത്തീഡ്രലാണിത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്ക് അങ്ങോട്ട് പോകുന്തോറും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അർജുനും രേഷ്മ ഇപ്പോൾ വന്നു. അപ്പോൾ അവരെല്ലാം ഞാൻ ബാഗ് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് സന്ധ്യയാവാറായി. അപ്പോൾ അതുകൊണ്ട് അധികം വെട്ടമൊന്നുമില്ല. പക്ഷേ ഇത് എന്തുമാത്രം ബ്യൂട്ടിഫുൾ ആണെന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ. ആ ഒരു ഗ്ലാസ് പാറ്റേൺസിൽ ആ ഒരു ഗ്ലാസ് പെയിൻറ്റിങ്ങൊക്കെ ഇത് എന്തുമാത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് നമുക്ക് അറിയത്തില്ല. അത് പക്ഷെ അവർ അപ്പോഴും അത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് അത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് യേശുക്രിസ്തുവിനെ കുരിശിൽ നിന്ന് മാതാവിൻ്റെ മടി കിടത്തുന്ന ഒരു രൂപമാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാർ നിന്ന് പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ഡോമിൻ്റെ അകത്തായതുകൊണ്ട് നമുക്ക് ഉറച്ച് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നോക്കാം. നമുക്കിത് എത്ര കാണിച്ച് തീർത്താലും മതിയാവത്തില്ല. അതിന് മാത്രം നമുക്ക് നൂറ്റാണ്ടുകളുടെ നമ്മൾക്ക് മുന്നേ ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികർ അവരെന്തുമാത്രം കലാകാരന്മാരായിരുന്നു. അപ്പോൾ അവർക്ക് എന്തുമാത്രം അവരുടെ സാമർഥ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഇങ്ങനത്തെ ഈ പഴയ കാലത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇങ്ങനത്തെ കലാസൃഷ്ടിയിലൊക്കെ വന്നു നിന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ. ഇതിപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരൊക്കെയാണ് അവരാ ഗ്ലാസിൻ്റെ അകത്താണ് ചെയ്തേക്കുന്നത്. ഇത് മൊത്തം ഗ്ലാസ്സാണ്. അപ്പോൾ അതിൽ ചെയ്തേക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് ഇപ്പോൾ നമുക്ക് നിലയിൽ പോകാൻ പറ്റത്തില്ല. ഇതിവിടുത്തെ ആൾക്കാർ കൊയർ പാടുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് അവർ കൊയറൊക്കെ പാടാറുണ്ട്.
ഇതാണ് അതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. ഇപ്പോഴും ഇവിടെ ആരാധനയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഇപ്പോഴും അത് വെൽ മെയിൻറ്റെയിൻ ചെയ്ത് അവർ സൂക്ഷിക്കുന്നുണ്ട്. ഇതാണ് കത്തീഡ്രലിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. അങ്ങോട്ട് നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള ഇവിടുത്തെ സൃഷ്ടികളായിട്ടോ. അവർ എന്തുമാത്രം അതിനെ ആ ഒരു കലയെ നോക്കിക്കണ്ട് ഇവരുടെ നിത്യവൃത്തിക്ക് വേണ്ടിയുള്ള വകയായിട്ട് അവർ ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു രൂപവും കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ 623 വർഷം പഴക്കമുണ്ടെന്നാണ് ഇത് പറഞ്ഞത്. ഇപ്പോൾ കുറേയൊക്കെ ഇവർ ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് കാണിക്കാനേ പറ്റത്തുള്ളൂ. നമുക്കിവിടെ എപ്പോഴും നമ്മളൊരു സൈലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാനും പറ്റത്തില്ല. ഇതാണ് കൊളോൺ ഡോമിൻ്റെ മെയിൻ പോർഷനായ ഓൾട്ടർ അല്ലെങ്കിൽ അൾത്താര വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് അച്ഛന്മാരായാലും കാര്യങ്ങളൊക്കെ കുർബാന അർപ്പിക്കുന്നതും കാര്യങ്ങളും എല്ലാം ഇവിടെയാണ്. അപ്പോൾ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതെല്ലാം ബാക്കി കൊളോൺ ഡോമിൻ്റെ ഭാഗമാണ്. അത് നമുക്ക് കുറച്ചും കൂടെ അടുത്ത് നോക്കാം. ആ ഒരു പെയിൻറ്റിങ് നൈസായിട്ടുണ്ട്. സ്കൾപ്ചേഴ്സൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇത് വ്യാളിയാണോ കഴുകനാണോ എന്നറിയത്തില്ല കേട്ടോ. പക്ഷെ എന്തായാലും അതിനെ ചവിട്ടി നിൽക്കുന്ന പരുന്ത് എന്നുള്ള പ്രതീകം പോലെ ഉണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിരുന്നതാണെന്ന് തോന്നുന്നു. ഇതെല്ലാം രണ്ടാം ലോക മഹായുദ്ധ കാലത്തിലോ പൊട്ടി വീണതോ അല്ലെങ്കിൽ തകർക്കപ്പെട്ടതോ ഒക്കെ ആയിരിക്കും. അത് ആരെയോ ശവക്കല്ലറ മൂടിയിരുന്നതാണ്. ചിലപ്പോൾ ആ ശവശരീരം ഇവിടെ നിന്ന് മാറ്റിയപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വെച്ചതായിരിക്കാം. നമുക്ക് എന്തായാലും അത്രത്തോളം നമുക്കിതിൻ്റെ ചരിത്രമൊന്നും നമ്മൾ പഠിച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നാൽ, ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ്. ചരിത്രം പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനി കുറച്ചും കൂടെ വിവരിച്ച് തരാമായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നതെങ്കിലും അകത്ത് ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ എന്തായാലും അകത്ത് കയറാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം ഇങ്ങനത്തെ മനുഷ്യർ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ ജീവിച്ചിരുന്ന മനുഷ്യർ, അവരുടെ ബുദ്ധിയും സാമർഥ്യവും അവരുടെ ആ ഒരു സമയത്തെ എക്യുപ്മെൻറ്റ്സും വെച്ച് എടുത്ത ഇത്രയും ഒരു മഹാത്ഭുതമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ചുറ്റി നടന്നിട്ട് അവസാനത്തെ ഇതാണ്. ഇത് യേശുക്രിസ്തുവിനെ സംസ്കരിക്കുന്ന ഒരു ഇതാണ്. നേരത്തെ ആദ്യം കാണിച്ചത് ക്രൂശിൽ നിന്നെടുത്ത് മാതാവിനെ മടി കടത്തുന്നതാണ്. ഇപ്പോൾ ഇത് യേശുക്രിസ്തുവിനെ സംസ്കരിക്കുന്ന രീതിയിൽ ഉള്ള ഇതാണ്. ഇപ്പോൾ എല്ലാവരും ഇവിടെ മെഴുതിരിയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി എന്തായാലും കൊളോൺ ഡോമിൽ നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ ജർമ്മനിയിൽ ഇതിനെ ക്യോൾ ഡോം എന്നാണ് പറയുന്നത്. KUMLAUT-OL ക്യോൾ ഡോം. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് ക്യോളൻ ഡോം എന്ന് പറയുന്നത്. അകത്ത് എന്തായാലും നമ്മൾ അത്യാവശ്യം നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം കവറപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വെളിയിലിറങ്ങി, വെളിയിൽ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴ പെയ്യുന്ന സ്ഥിതിക്ക് നമുക്കിനി പ്രത്യേകിച്ച് നമ്മളിനി വീഡിയോസൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത്.
അർജുനെയും രേഷ്മയും കണ്ടിരുന്നെങ്കിൽ അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കായിരുന്നു. അതും കൂടെ ചോദിച്ചിട്ടേ ഇന്ന് നിർത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഗോൾഡൻ ഡോമിൻ്റെ ഇതാണപ്പോൾ ഗോൾഡൻ ഡോമിൻ്റെ ആ ഒരു ചരിത്രം ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തായാലും എനിക്ക് കാണിക്കാൻ പറ്റുന്ന ഇത്രത്തോളമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കെന്തായാലും അർജുനെയും രേഷ്മയും കൂടെ കണ്ടിട്ട് അവരുടെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് നിർത്താം. കാരണം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മണി 5:30 നോക്കട്ടെ. മണി ഇപ്പോൾ സത്യം പറഞ്ഞാൽ 5 മണിയാവാൻ പോകുന്നേ ഉള്ളൂ. അതിനു മുമ്പേ ഇതായി മൊത്തം ഇരുട്ടി കാര്യങ്ങളും മാറി. നമുക്കിനി പിന്നെ മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ നമുക്ക് ലൈറ്റൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഏകദേശം നിർത്തുവാണ്. അപ്പോൾ നാളെ ഇതേ നല്ലൊരു വീഡിയോ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആരും കിട്ടിയിട്ടുണ്ട് അർജുനെയും രേഷ്മയും കിട്ടിയിട്ടുണ്ട്. നൻപാ രേഷു എങ്ങനെ ഉണ്ടായിരുന്നു ഡോം? ഓർമ്മയുണ്ട്. ശബരിമല കഴിഞ്ഞാ പിന്നെ കൊള്ളൻ കത്തീഡ്രൽ തന്നെ. അവർ എത്ര കൊടുക്കാം? ഒരു 100-ൽ ഒരു 100. 100+ അവർ ഉണ്ടെന്നാണ് നന്മ പറയുന്നത്. ഓക്കെ, സെറ്റ്. രേഷ് ഓക്കെ. അപ്പൊ വന്നത് വെർത്താണെന്ന് രേഷന് തോന്നുന്നുണ്ടോ? ഓക്കെ. അപ്പൊ വന്നത് എന്തായാലും വെർത്താണെന്നാണ് നൻപനും രേഷും പറയുന്നത്. അപ്പൊ നമ്മളിനി കൂടുതൽ നിൽക്കുന്നില്ല. നമ്മളെന്തായാലും ഇനി നമ്മളെ ലോഡ്ജിലോട്ട് പോവുകയാണ്. അപ്പൊ അതിനുമുമ്പേ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ പോവുകയാണ്. നാളെ ഇതിനെക്കാട്ടി നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ ബൈ പറയാണ് കേട്ടോ. നൻപാ ബൈ പറ. ബൈ. രേഷു ഓടി, അതുകൊണ്ട് നമ്മൾ ബൈ നിർത്താം. ബൈ.